വേടൻ. യെസ്, വേടൻ അല്ലേ? അതെ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് വേടൻ. വേടൻ നമ്മളെന്നല്ല, കൊച്ചുകുട്ടികൾ ഒരു വേടാ വേടാ എന്ന് വിളിക്കുന്നത് കേട്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓരോ പ്രാവശ്യം സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുന്നത്. വേടൻ്റെ പാട്ടുകൾ, എവിടെ തിരിഞ്ഞാലും വേടൻ്റെ പാട്ടുകൾ, അതിൽ നിന്നുണ്ടാകുന്ന ഒരു വൈബ്, ഇതൊക്കെയാണ് എല്ലാവരുടെയും ചർച്ചയും സംസാര വിഷയവും. പക്ഷേ ഈ വേടൻ അനുകൂലികൾ ഇപ്പോൾ ഭാവിയിൽ വേടന് പ്രതികൂലികളായി മാറുന്നൊരു കണ്ടീഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേടൻ ജാതീയത കുത്തിപ്പൊക്കി പറയുന്നത് ഇച്ചിരി കൂടുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം തോന്നി. കാരണം അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളും അദ്ദേഹം കൊടുക്കുന്ന ഇന്റർവ്യൂകളിലും ഒക്കെ സ്വന്തം ജാതിയെ അധിക്ഷേപിക്കുന്ന അദ്ദേഹം തന്നെ അല്ലേ എന്ന് ചോദിച്ചാൽ അതൊരു തെറ്റായി പോകും. ഒരിക്കലുമില്ല, അതേ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ സമീപകാലത്ത് നമ്മളടക്കം സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുത്തത്. ഇപ്പോഴും നമ്മുടെ സപ്പോർട്ടിന് യാതൊരു കുറവുമില്ല. പക്ഷെ എങ്കിൽ പോലും ഈ സമീപകാലത്ത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനകത്ത് നടന്ന കുറച്ച് ഇന്റർവ്യൂസും അല്ലെങ്കിൽ ആളുകൾ സംസാരിച്ചതും ഈവൻ വേടൻ തന്നെ ഒരു വേദിയിൽ പറഞ്ഞ കാര്യങ്ങളും വെച്ച് നോക്കിയപ്പോൾ അല്ലെങ്കിൽ അത് കേട്ടപ്പോൾ പെട്ടെന്ന് നോർമലി ആളുകൾക്ക് ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ തോന്നാമായിരിക്കാം, എങ്കിലും അത് കേട്ടപ്പോൾ തോന്നി. ഈ നമ്മളെപ്പോഴും പറയും ജാതി പറയരുത് അല്ലെങ്കിൽ ജാതി ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ഫേമസ് ആയതിനു ശേഷമായിരിക്കും ഒരു പക്ഷേ ഒരു 90% പോട്ടെ ഒരു 70% ആളുകളെങ്കിലും ഈ വ്യക്തിയെ പറ്റി അറിയാൻ തുടങ്ങിയത്. അപ്പോഴും ഈ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജാതി ഏതാണെന്നോ മതം ഏതാണോ എന്നല്ല ആരും ചോദിക്കുന്നത്. അദ്ദേഹം ഇതിനു മുൻപ് പാടിയ വർക്കുകൾ ഏതാണ്, ഏതൊക്കെ പാട്ടുകളാണ്, ഇത്രയും വൈബുള്ള പാട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നോ, ഇത് പാടിയത് ഈ വ്യക്തിയാണോ എന്നാണ് ഞാനടക്കമുള്ളവർ എൻക്വയറി ചെയ്തത്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു സ്പീച്ച് നടത്തിയപ്പോൾ പെട്ടെന്ന് ഇവനത് കണ്ടപ്പം എനിക്ക് പോലും, അതായത് എനിക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് തോന്നാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. ഈ പറയുന്ന ആള്, അതായത് ഈ നമ്മൾ പറയല്ലോ ഈ സനാതനധർമ്മം അല്ലെങ്കിൽ സവർണർ അവർണർ എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ആരും നീ ഇന്നതാണോ ഇതാണോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നവരല്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇന്നതാണ് എന്ന് വിളിച്ചു പറയുന്നതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഒരിക്കലും വേടൻ എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്ക് യാതൊരു വിദ്വേഷവുമില്ല, വേടൻ്റെ പാട്ടുകളോട് വിദ്വേഷമില്ല, ഈ പറയുന്ന വരികളോട് വിദ്വേഷമുള്ള ആളുകൾ പലരുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും അത് അദ്ദേഹത്തിൻ്റെ വേ ഓഫ് കമ്മ്യൂണിക്കേഷനായിട്ട് അംഗീകരിച്ചുകൊണ്ടും അദ്ദേഹത്തിന് അതിന് ഉള്ള റൈറ്റ് ഉള്ളതുകൊണ്ടും നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സ്റ്റിൽ ഈ പറയുന്ന ഒരൊറ്റ കാര്യം, അതായത് ആ വേദിയിൽ ശാരിക പറഞ്ഞത് ഈ പട്ടികജാതി അല്ലെങ്കിൽ SC ST എന്നൊക്കെ ഉള്ളത് എടുത്തു പറയുന്നത് ആ വ്യക്തി സ്വയമാണ്, അല്ലാതെ അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ആരും അതിനെപ്പറ്റി പറയുന്നില്ല. ഈ പറയുന്ന ഈ കാര്യങ്ങൾ സ്വന്തം താൻ താഴ്ന്നതാണ് അല്ലെങ്കിൽ താൻ ഇതാണ് താൻ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയ്ക്ക് അങ്ങനെ ഒരു അനുഭവം വരാതിരിക്കാൻ വേണ്ടി വാക്കുകൾ എഴുതി പാട്ടാക്കി വരുമ്പോഴും നമ്മൾ ആരും അതിനെ എതിർക്കുകയോ വിമർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയോ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്, നമുക്ക് ഒത്തൊരുമയില്ല, അതായത് നമ്മൾ എന്ന് സ്വയം ആ കാറ്റഗറിനെ പറയുകയാണ് വീണ്ടും വീണ്ടും. നമ്മുടെ നമുക്ക് ഒരിക്കൽ ഒരു ദുരാചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഒരുപാട് ദുരാചാരങ്ങൾ നിന്നിട്ടുണ്ട്, പറയനും പുലയനും അങ്ങനെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ കൊടികുത്തി വാണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് അയ്യങ്കാളിയെ പോലെയുള്ള ആൾക്കാർ സമരം ചെയ്തുകൊണ്ട് അതിനൊക്കെ ഒരു ഉന്മൂലനം വരുത്തിയത്. കാലങ്ങളായി നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അവർണർ സവർണർ എന്നുള്ള കാര്യങ്ങൾ. അതൊന്നും ഇപ്പം ആരും പറയാറില്ല. പക്ഷേ ഈ വേടൻ ഇപ്പോൾ പാട്ടുകളുമായി വന്നതിന് ശേഷമാണ് പിന്നെയും പട്ടികജാതി പട്ടികവർഗം അല്ലെങ്കിൽ ആദിവാസി അല്ലെങ്കിൽ സവർണർ അവർണർ എന്നുള്ള വേർഡുകൾ പിന്നെയും ഈ പുതുതലമുറയിലേക്ക് കൂടി കുത്തി വെച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വേടൻ്റെ പാട്ടുകൾക്ക് അത്രയും ഒരു പവർ വോയിസ് ആണ് അല്ലെങ്കിൽ പവറാണ്. അത് സിരകളിലേക്ക് ഒരു എന്താ പറയുന്ന ഒരു ഇൻഫാക്ച്വേഷൻ കയറ്റിവിടുന്ന ഒരു പവറാണ്. കൊച്ചുകുട്ടികളിൽ പോലും ആ ഒരു എന്താ പറയുന്ന ഒരു ലഹരി പടർത്തുന്ന സംഗീതമാണ് അദ്ദേഹത്തിൻ്റെത്. അത് നമ്മൾ അംഗീകരിക്കുന്നു. അപ്പോൾ ആ ഒരു സംഗീതം വെച്ചുകൊണ്ട് എന്തിനാണ് അദ്ദേഹം ജാതീയത പറയുന്നത്? അദ്ദേഹം പറയുന്നു അദ്ദേഹം BJPയുടെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെയൊക്കെ അദ്ദേഹം കളിയാക്കുന്നുണ്ട്. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരും ജാതി പറഞ്ഞ് വോട്ട് മേടിക്കാറില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവൻ BJP പോലും അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ചില മത തീവ്രവാദികൾ അതിനെ ഉപയോഗിക്കുന്നു എന്നല്ലാതെ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ കേന്ദ്ര സർക്കാരോ അതിനൊന്നും ശ്രമിക്കാറില്ല. പലരും ഇരുന്ന് പറയുന്നുണ്ട് എന്നല്ലാതെ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള റീച്ച് കൂട്ടാൻ വേണ്ടി പറയുന്നു എന്നല്ലാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആർക്കും എടുത്ത് കാണിക്കാനുമില്ല താനും. അങ്ങനെയാണെങ്കിൽ എന്നേ ഇവിടെ മതലകൾ ഉണ്ടായേനെ പണ്ടത്തെ പോലെ. പക്ഷെ അതൊന്നും ഉണ്ടാകുന്നില്ല ഇവിടെ. ഈ വേടൻ്റെ പൗർണമി എന്നോട് നമ്മുടെ ചർച്ചയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യത്തിൽ പറഞ്ഞതുപോലെ ഈ വേടൻ്റെ പാട്ടുകൾ കാണാൻ വരുന്നവർ പട്ടികജാതിയാണോ, പട്ടികവർഗമാണോ, ആദിവാസികളാണോ? അല്ല,
ഇദ്ദേഹം ആരെയാണോ അദ്ദേഹം ഈ സവർണർ എന്ന് പറയുന്ന അവരാണ് കാണാൻ വരുന്നത്, അല്ലെങ്കിൽ സവർണർ എന്ന് അദ്ദേഹം കരുതുന്നവർ. നമ്മളെ ആരും പറഞ്ഞിട്ടില്ല നമ്മൾ അധികം മനുഷ്യരാണ് അദ്ദേഹത്തിന്റെ ആരാധകർ എന്ന് പറയും, അവരാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാൻ വരുന്നത്. പിന്നെ അദ്ദേഹം തന്നെ ഈ കഴിഞ്ഞ ദിവസം അയ്യങ്കാളിയുടെ സ്മൃതി മണ്ഡപത്തിൽ വരികയും അദ്ദേഹത്തിന് പൂക്കളർപ്പിക്കാൻ വന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്നും പറയുന്നത് കേട്ടു, പട്ടികജാതി പട്ടികവർഗം ഇങ്ങനെ ആകാൻ കാരണം, ആദിവാസികൾ ഇങ്ങനെ ആകാൻ കാരണം നമ്മുടെ ഒത്തൊരുമയില്ലായ്മയാണ്. സ്വന്തം ജാതിയെ അല്ലെങ്കിൽ സ്വന്തം ആ ഒരു ഇതിന് സംഭവത്തെ അധിക്ഷേപിക്കുന്ന പരിപാടികൾ വേടൻ തന്നെയല്ലേ ചെയ്യുന്നത്, വേറെ ആരും ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അഥവാ അങ്ങനെ ഒത്തൊരുമ ഇല്ലായ്മ ഉണ്ടെങ്കിൽ അത് എന്തിനാണ് പബ്ലിക്കിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അതെന്തുകൊണ്ടാണ്? അത് വേടന്റെ അറിവില്ലായ്മയ്ക്കും വേടൻ ഡെഫിനിഷൻ ഉണ്ട്. ഞങ്ങളുടെ DNA മോശമായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒന്നും പഠിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേറെ ആരെയും നോക്കണ്ട, നമ്മുടെ പ്രസിഡന്റ് ആരാണ്? ശ്രീമതി ദ്രൗപദി മുർമു ഏത് കാസ്റ്റായിട്ട് നമ്മൾ കണക്കാക്കും? അവരാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് അല്ലേ, ഒരു പട്ടികജാതി കാറ്റഗറിയിൽ നിന്നുള്ള ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ആണ് അവർ. പിന്നെ നമ്മുടെ KR നാരായണ, മലയാളി KR നാരായണ ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? അദ്ദേഹം OBC അല്ലേ? അമിത്ഷാ ആരാണ്? ഇതൊരു സംഘിയായിട്ടുള്ള, അല്ലെങ്കിൽ സംഘി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമന്റ് അടിക്കാം, അങ്ങനെ ഒരു ചാനൽ അല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫോക്കസ് ന്യൂസ് എന്ന് പറയുന്നത്. പക്ഷേ വേടന്റെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ഇവിടെ മതം പറയുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് വേടൻ മാത്രമാണ്. ജാതി പറയുന്നത് മതം, ജാതി നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാഹുൽ ഈശ്വറൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും സംവാദത്തിൽ സനാതന ധർമ്മം നമ്മുടെ ബുക്കൊക്കെ ആയിട്ട് വന്നിരുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എങ്കിൽ പോലും അതിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അദ്ദേഹം പോലും ഇത്രയും കൂടുതലായിട്ട് ഇങ്ങനെ വിളിച്ചു അധിക്ഷേപിക്കപരമായിട്ട് അദ്ദേഹം പറയാറുണ്ട്. സപ്പോർട്ടീവായിട്ടാണ് സംസാരിക്കുന്നത്. മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരോട് അങ്ങനെ ചെയ്യാൻ, ഇസ്ലാം വേറെയാണ്, ഇസ്ലാമികത വേറെയാണ്, തീവ്രവാദം വേറെയാണെന്ന് സപ്പോർട്ട് ചെയ്താണ് കൂടുതലും സംസാരിക്കുക. ഹൈന്ദവത്തിന്റെ രാഹുൽ ഒന്നിനെയും ഒരിക്കലും നേരിട്ട് കയറി പറയത്തില്ല. എന്ത് ചോദിച്ചാലും പുള്ളിക്ക് കുറെ മറ്റേ അടുക്ക് ചിട്ടയെ വെച്ചിട്ട് എക്സ്പ്ലനേഷൻ ആണ്, എല്ലാത്തിന്റെയും ചരിത്രമാണ് പുള്ളി എല്ലായ്പ്പോഴും പറയാ. ഒന്നിലും കറക്റ്റ് നേരിട്ട് പുള്ളിക്ക് പിടിക്കുന്ന ഒരു സ്വഭാവം, അങ്ങനെ പിടിച്ചാൽ നമ്മൾ പുള്ളിയുടെ പുറകെ ഓടത്തേ ഉള്ളൂ, പുള്ളി ഒരിക്കലും പിടിതരത്തില്ല. പക്ഷേ ഈ പറയുന്ന വേടനെ സംബന്ധിച്ചിടത്തോളം പുള്ളി അങ്ങ് ഡയറക്റ്റ് പറയുകയാണ്, എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മൾ ഒരുമിച്ച് നിൽക്കാത്തത് കൊണ്ടാണ്, നമ്മൾ പട്ടികജാതികളായതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഇതിനകത്ത് ഇവരെല്ലാവരെയും കൂടി ഒന്നിച്ച് നിർത്തിയതിനു ശേഷം എന്തോ ഒരു വലിയ ഗൂഢലക്ഷ്യം വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉള്ളതുപോലെയാണ് തോന്നുന്നത്. ശരിക്കും എന്തിനാണ് ഇപ്പം എല്ലാവരും ഒരുപോലെയാണെന്ന് സ്വയം അംഗീകരിച്ച്, അല്ലെങ്കിൽ തനിക്ക് നല്ലൊരു കാലം വന്നപ്പോൾ തൻ്റെ ഒപ്പമുള്ളവരെ കൈ പിടിച്ചുയർത്താൻ പറ്റും. പക്ഷെ ഒരിക്കലും എങ്ങനെയൊക്കെ നോക്കിയാലും എല്ലാ മനുഷ്യരും ചേരാതെ ഇപ്പൊ ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തി വേടനാവില്ല. അതെ അതെ, ഈ കേരളീയരാണ് വേടനെ വേടനാക്കിയത്. അതിനകത്ത് പട്ടികജാതിയെന്നോ പട്ടികവർഗമെന്നോ അല്ലെങ്കിൽ ജാതിയെന്നോ ആരും പറഞ്ഞിട്ടില്ല. വേടന്റെ ഒരു ഷോയിലും പറഞ്ഞിട്ടില്ല. ഇനി ഒരു ഗായകൻ ഇവിടെ വന്നാലും, മൈക്കിൾ ജാക്സൺ ക്രിസ്ത്യാനിയല്ലേ, മൈക്കിൾ ജാക്സൺ എന്നിട്ട് നമ്മൾ ജാതി പറഞ്ഞാണോ? ക്രിസ്ത്യൻസ് മാത്രമാണോ മൈക്കിൾ ജാക്സന്റെ ഷോസ് ഓൾ വേൾഡ് കണ്ടിരിക്കുന്നത്? അല്ല. അതോടെ KS ചിത്ര, യേശുദാസ്, അങ്ങനെ ഇപ്പോഴത്തെ പുതിയ സംവിധായകര്, പുതിയ മ്യൂസീഷ്യൻസ്, ഇവരുടെയൊക്കെ നമുക്ക് ഇഷ്ടം കൊണ്ടാണ്, ആ മ്യൂസിക്കിനോടുള്ള അഭിനിവേശം കൊണ്ടാണ് നമ്മൾ ഷോസ് കാണാൻ ചെയ്യുന്നത്. കഴിവ് കണ്ടിട്ടാണ് നമ്മളത്, അത് ലയിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതാണ് മനസ്സിലാക്കണം. അതിനെ മറ്റു പാർട്ടിക്കാർ, ഇപ്പോൾ BJP ആയാലും മറ്റ് പാർട്ടിക്കാരായാലും ചോദിക്കുന്നൊരു ചോദ്യം കറക്റ്റാണ്. ആദ്യമൊക്കെ എനിക്കും അതിലൊരു കല്ലുകടി പോലെ തോന്നിയെങ്കിൽ പിന്നീട് ഇപ്പോഴുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ തോന്നാറുണ്ട്, എന്തിനാണ് ഇദ്ദേഹം ഇവിടെ ജാതീയതയും രാഷ്ട്രീയവും മിക്സ് ചെയ്ത് കുത്തി പാടുന്നത്? എന്തിനാണ്? അദ്ദേഹത്തിന് അങ്ങനെ ഒരു നവോത്ഥാനം ആഗ്രഹിക്കുന്നുണ്ട്, അദ്ദേഹം ഇറങ്ങി പ്രവർത്തിക്കൂ. ആ ഭൂമിയുടെ കാര്യത്തെക്കുറിച്ച് പാടട്ടെ, പാവങ്ങളെ കുറിച്ച് പാടട്ടെ, ഇതെല്ലാം അദ്ദേഹം, അതിന് വരികളെല്ലാം മനോഹരങ്ങളാണ്, ഇരുന്ന ഇരിപ്പിൽ എഴുതുന്ന ആളാണ്. പക്ഷേ അങ്ങനെ തന്നെ പാടിയ ഒരു വ്യക്തി നമുക്കുണ്ടായിരുന്നു, മിസ്റ്റർ കലാഭവൻ മണി, നാടൻ പാട്ടുകളുടെ ശീലുകാരൻ. അദ്ദേഹം 100-200ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. നിപ്പിൽ പാടുന്ന കലാകാരൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ദുരനുഭവങ്ങൾ വെച്ചാണ് അദ്ദേഹം പാടിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പട്ടിണിക്കാലത്തെക്കുറിച്ചാണ് അദ്ദേഹം പാണനെയോ പുലയനെയോ പറയനെയോ ഒന്നും കളിയാക്കിയിട്ടില്ല. അദ്ദേഹം അടിച്ചമർത്തലിന്റെ ഭാഷയിലല്ല പാടിയത്. സംഗീതം എന്ന് പറയുന്നത് എപ്പോഴും സോഫ്റ്റ് അല്ലേ? അപ്പോൾ ആ സോഫ്റ്റ്നെസ്സിലൂടെ ആൾക്കാരെ നവോത്ഥാനം ചെയ്തോളൂ, വേണ്ടെന്ന് പറയുന്നില്ല, പവർഫുൾ ആയിട്ട് പാടിക്കോളൂ. പക്ഷെ എന്തിനാണ് അതിൽ ജാതി, നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന ഒരു നൂറ്റാണ്ടിനെ, ആ ഇരുണ്ട നൂറ്റാണ്ടിനെ, ആ ഇരുണ്ട ജാതീയതയെ പിന്നെയും എന്തിനാണ് വേടൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ പേരിൽ ഇപ്പോഴും ജാതിയുടെ പേരിൽ പ്രയോറിറ്റി അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ ആദിവാസി ആയാലും SC ST ആയാലും OBC ആയാലും ഇപ്പോൾ പ്രയോറിറ്റി അനുഭവിക്കുന്ന ആൾക്കാരാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്കാണ് ഇന്ന് മുൻഗണന കൊടുക്കുന്നത്. ഇവനൊരു PSC ലിസ്റ്റ് ഇട്ടാലും, ഇവനൊരു ജോലി, ഗവൺമെന്റിന്റെ എന്ത് സംഭവം കിട്ടാലും ഏറ്റവും കൂടുതൽ പ്രിവിലേജ് കിട്ടുന്ന വർഗം സവർണനല്ല, അവർണൻ എന്ന് പറയുന്ന നിങ്ങളുടെ അവർണനാണ്. സവർണനാണ് ഇപ്പോൾ പിന്നോക്കത്തിൽ കിടക്കുന്നത്. അപ്പോൾ എന്താണ് വേടൻ ആഗ്രഹിക്കുന്നത്? ശരിക്കും വേടന്റെ ഈഗോ അല്ലേ ഇത് പറയിപ്പിക്കുന്നത്? പൗർണമി നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും ഇൻക്ലൂഡിങ് ഇപ്പൊ ശാരിക പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ ഇൻക്ലൂഡിങ് ഏജ് ലിമിറ്റ് അടക്കം. അതെ അല്ലേ? അതെ. നമുക്ക് OBCക്ക് 38 വയസ്സ് വരെ എഴുതാമെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റവർക്ക് 45 വയസ്സ് വരെ അങ്ങനെ കണ്ട് എഴുതാൻ തോന്നുന്നു. ജനറൽ കാറ്റഗറി ആണെങ്കിൽ നോക്കണ്ട, 32 30 കൊണ്ട് തീർന്നു, കളി തീർന്നു. പിന്നെ PSC തിരിഞ്ഞു നോക്കണ്ട. അപ്പോൾ വേടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. താങ്കളുടെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോഴുള്ള കയ്യടികൾ കണ്ട് താങ്കൾ കണ്ണുമഞ്ഞളിക്കാതിരിക്കുക. താങ്കൾക്ക് ലൈഫ് ലോങ് മലയാളികൾക്ക് താങ്കളെ വേണം, താങ്കളുടെ പാട്ടുകൾ വേണം. താങ്കൾ മൈക്കിൾ ജാക്സന്റെ മേളിലും വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും തന്നെ.
സോ താങ്കളുടെ സ്റ്റഡീസിൽ പിന്നെ അഡ്വാൻസ് സ്റ്റഡീസിലൊക്കെ താങ്കളുടെ പാട്ടുകളൊക്കെ എടുത്തോട്ടെ, പക്ഷെ അതൊരു ഒരു സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് എത്തിക്കണം. അതല്ലാതെ പഴയ ജാതീയത കുത്തിപ്പൊക്കി അവനവൻ്റെ പല്ലട കുത്തിമണപ്പിച്ച് ദുർഗന്ധം വമിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്.